പ്രവാസ ലോകത്തെ വാർത്തകൾ. ഗാസ പിടിച്ചടക്കലല്ല ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയെ ഹമാസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും നെതന്യാഹു. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ശ്രമം പ്രതിഷേധത്തിനിടയാക്കിയതിനു പിന്നാലെ വിശദീകരണവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഗാസ പിടിച്ചെടുക്കാനല്ല ശ്രമിക്കുന്നതെന്നും ഹമാസിന്റെ പിടിയിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം എക്സിൽ വ്യക്തമാക്കി. ഹമാസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ഗാസയുടെ നിയന്ത്രണം സമാധാനകാംക്ഷികളായ ഭരണ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അതിലൂടെ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഭാവിയിൽ നടന്നേക്കാവുന്ന ആക്രമണ ഭീഷണി ഇല്ലാതാക്കാനും സാധിക്കുമെന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കത്തിന് അനുമതി നൽകിയത്. ഇതിനു പിന്നാലെ രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. നെതന്യാഹു സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ ഇസ്രയേലിലേക്കുള്ള സൈനിക കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് ജർമ്മനി. ഗാസയെ സഹായിക്കുകയാണ് ജർമ്മനി എന്നാണ് ഈ തീരുമാനത്തോട് ഇസ്രയേൽ പ്രതികരിച്ചത്. നേരത്തെ 1967 ഇസ്രയേൽ ഗാസ പിടിച്ചടക്കിയിരുന്നു. പിന്നീട് 2005 സൈന്യത്തെ പിൻവലിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നീക്കത്തെ വിമർശിച്ച് ചൈനയും തുർക്കിയും ബ്രിട്ടനും അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് കർശന നിയന്ത്രണം. സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചുവരുന്ന വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും തടയുകയാണ് ലക്ഷ്യം. UAE-യിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി അധികൃതർ. ഇനി മുതൽ വെറുതെ പോസ്റ്റുകൾ ഇട്ടാൽ മാത്രമല്ല, അതിന് താഴെ കമന്റ് ചെയ്യുന്ന ഓരോ വാക്കിനും നിയമപരമായ വ്യവസ്ഥ ഉണ്ടാകുമെന്ന് അറിയിച്ചു. നിങ്ങൾ നൽകിയ അഭിപ്രായങ്ങൾ, ഷെയറുകൾ, ലൈക്കുകൾ എന്നിവയെല്ലാം UAE-യുടെ നിയമങ്ങൾക്കനുസരിച്ചാണോ എന്നും അധികൃതർ കർശനമായി നിരീക്ഷിക്കും. നിയമം അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും വലിയ കുഴപ്പത്തിലെത്തിച്ചേരാം. അതിനാൽ സോഷ്യൽ മീഡിയയിൽ ഓരോ വാക്കും ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചുവരുന്ന വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും തടയുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നിയമ നടപടികളിലൂടെ സർക്കാർ ശ്രമിക്കുന്നു. കൂടാതെ നിയമം ലംഘിച്ചാൽ കനത്ത പിഴയാണ് പ്രധാന ശിക്ഷ. നിയമം അനുസരിച്ച് 1 ലക്ഷം ദിർഹം മുതൽ 1 മില്യൺ ദിർഹം വരെ ഏകദേശം 20 ലക്ഷം മുതൽ 2 കോടി ഇന്ത്യൻ രൂപ പിഴ ചുമത്താൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു. ചില കേസുകൾ ജയിൽ ശിക്ഷ വരെ ലഭിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണമെന്നും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോൺസുലർ സേവന കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇന്ത്യൻ എംബസി. ശനിയാഴ്ച ഒമാനിലെ ദുഗമിൽ സെന്റർ തുറന്നു. ദുഗമിലെ കോൺസുലർ, പാസ്പോർട്ട്, വിസ സേവന കേന്ദ്രം ശനിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പാസ്പോർട്ട് പുതുക്കൽ, വിസ നടപടികൾ, അറ്റസ്റ്റേഷൻ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷാ നടപടികൾ തുടങ്ങിയ സേവനങ്ങളാണ് പുതിയ കേന്ദ്രത്തിലുള്ളത്. മസ്കറ്റ്, സലാല, ഇബ്രി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പുതിയ കോൺസുലർ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സുഹാർ, സൂർ, നിസ്വ, ഇബ്ര, ബർക്ക എന്നിവിടങ്ങളിൽ പുതിയ കേന്ദ്രങ്ങൾ അധികം വൈകാതെ തുറക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തെ മികച്ച വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നായി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. UAE-യുടെ വിനോദസഞ്ചാര വളർച്ചയ്ക്ക് ഗ്രാൻഡ് മോസ്ക് നിർണായക പങ്കുവഹിക്കുന്നു. രാജ്യാന്തര തലത്തിൽ 8ാം സ്ഥാനവും മധ്യപൂർവ്വ ദേശത്ത് 1ാം സ്ഥാനവുമാണ് ഗ്രാൻഡ് മോസ്കിനുള്ളത്. ട്രാവൽ ആൻഡ് ടൂറിസം പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇസ്ലാമിക പൈതൃകത്തിന്റെയും കലയുടെയും നേർരൂപമാണ് ഗ്രാൻഡ് മോസ്ക്. സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ആളുകളെ ഗ്രാൻഡ് മോസ്ക് ആകർഷിക്കുന്നു. പ്രതിവർഷം 70 ലക്ഷം പേരാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബൈയിൽ വേഗപരിധി പാലിക്കാത്ത വാഹനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ദുബൈ പോലീസ്. വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടപടി. അതിവേഗ പാതയിൽ വേഗം കുറച്ച് സഞ്ചരിക്കുന്നത് പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത്തരം വാഹനങ്ങളെക്കുറിച്ച് വ്യാപകമായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. നഗരങ്ങളിൽ ഗതാഗത കുരുക്കിനും ഇത് കാരണമാകാറുണ്ട്. ക്രൂയിസ് കൺട്രോൾ സംവിധാനമുള്ള പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലരും അതിവേഗ ട്രാക്കിൽ സഞ്ചരിക്കേണ്ട വേഗം ക്രമീകരിച്ചാണ് വാഹനം ഓടിക്കാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ ക്രൂയിസ് കൺട്രോൾ മോഡിൽ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ വേഗം കുറച്ചു പോകുന്ന വാഹനങ്ങൾ തടസ്സമാകാറുണ്ട്. ഇത് സഡൻ ബ്രേക്കിങ്ങിനും പിന്നാലെ ലൈൻ മാറുമ്പോൾ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.